വെൽക്കം ബാക്ക്. കൊക്കോ കൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കീടങ്ങളാണ് തേയില കൊതുക്, മീലി ബഗ്സ്, മൂഞ്ഞകള്, ഗ്രേവ്യൂൾ ഇതിൽപ്പെട്ട ചാവണ്ട്, ഇങ്ങനെയുള്ള കീടങ്ങൾ. ഇത് കൊക്കോയുടെ വിളവിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ചില കീടങ്ങൾ കൊക്കോ കൃഷിയെ തന്നെ ബാധിക്കുന്നുണ്ട്. കൊക്കോയുടെ ഉൽപ്പാദനം ഒരു 40% ഇടിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഘടകം ഇത് തേയിലക്കൊതുക് പോലെയുള്ള കീടങ്ങളുടെ ആക്രമണമാണ്. ഇങ്ങനെയുള്ള കീടങ്ങളുടെ ആക്രമണം മൂലം കൊക്കോയുടെ ക്വാളിറ്റി നശിക്കുകയും ചെറിയ കായ്കൾ ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. രണ്ടാമത്തേത്, കൊക്കോ പാകമാകുമ്പോൾ എലി, അണ്ണാൻ, മരപ്പട്ടി മുതലായ ജീവികൾ അത് തിന്ന് നശിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഘട്ടത്തിലുള്ള കീടങ്ങളുടെ, തേയിലക്കൊതുക്, മീലി ബഗ്സ് തുടങ്ങിയ കീടങ്ങളെ നമുക്ക് നല്ലൊരു ഇൻസെക്ടിസൈഡ് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റും. നല്ലൊരു കൊക്കോയുടെ കായ, പ്രത്യേകിച്ച് കീടാക്രമണം ഒന്നും ഉണ്ടാകാത്ത ഒരു കൊക്കോയുടെ ഒരു കായാണ്. ആ കായ്ക്ക് അതിന് യാതൊരു കേടുകളോ ഒന്നും ഇല്ല, നല്ല ഷൈനിങ് ആയിരിക്കും. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് കൂടുതൽ സീഡ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഉള്ള സീഡ്സ് നല്ല വലിപ്പവും ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് മീലി ബഗ്സ് നന്നായിട്ട് ആക്രമിച്ച ഒരു കൊക്കോ കായാണ്. അതിങ്ങനെ ഇതേ രീതിയിലൊക്കെ ഇരിക്കും. അതോടൊപ്പം തന്നെ ഈ മിലിബഗ്സിന്റെ സിസ്റ്റം, ബാക്കി സാധനങ്ങളൊക്കെ ഇതിലെ മാർക്കുകൾ കാണാം. തേയില കൊതുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊക്കോ ചെറിയ കായാവുന്ന സമയത്ത് അതിൽ വന്ന് കുത്തിയ ശേഷം, ആ കുത്തുന്ന ദിവസം നമുക്കറിയാം അതിലിങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ നീരുകളൊക്കെ നിറഞ്ഞിരിക്കും. പിന്നീട് അത് കറുത്ത പാടുകളായിട്ട്, അതും കൊക്കോയുടെ വിളവിനെയും വളർച്ചയൊക്കെ നന്നായിട്ട് ബാധിക്കുന്നതാണ്. അപ്പൊ ഇത്തരം കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് സാധാരണഗതിയിൽ നമ്മൾ ക്ലോർപെറിഫോസ്, കെനാൽഫോസ് ഒക്കെയാണ് സാധാരണഗതിയിൽ ഒഴിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു നിയന്ത്രണ മാർഗമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. സിസ്റ്റമിക് പെസ്റ്റിസൈഡ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ, ഈ കായിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കായിലും ഈ ഇലകളിലൊക്കെ ഈ പെസ്റ്റിസൈഡ് അബ്സോർബ് ചെയ്യപ്പെടുകയും പിന്നീട് ഇതിനെ ആക്രമിക്കുന്ന കീടങ്ങളുടെ നെർവ് സെൽസിനെ അത് ബാധിച്ച് അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു കൊക്കോയുടെ ഇപ്പൊ പറഞ്ഞ ഗണത്തിൽപ്പെട്ടുള്ള തേയിലക്കൊതുക്, മൂഞ്ഞകൾ എന്നിവയൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയ നല്ലൊരു സിസ്റ്റമിക് പെസ്റ്റിസൈഡ് ആണ് ഇമിഡാക്ലോപ്രിഡ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ്സ്. ഇമിഡാക്ലോപ്രിഡ് എന്ന് പറയുമ്പോൾ സിസ്റ്റമിക് പെസ്റ്റിസൈഡ് ആണ്. അതോടൊപ്പം തന്നെ എന്താ പറയുക, നിയോ നിക്കോട്ടിനോയിഡ് എന്ന ഗണത്തിൽപ്പെട്ട ഒരു പെസ്റ്റിസൈഡ് ആണ്. അപ്പൊ നിക്കോട്ടിൻ എന്ന കാര്യം നമുക്കറിയാലോ. അതായത് നമ്മൾ വലിച്ചു കയറ്റുന്ന സിഗരറ്റിലും അതുപോലെ തന്നെ ചവയ്ക്കുന്ന പുകയിലയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് നിക്കോട്ടിന്. അപ്പൊ ഇത് നിയോ നിക്കോട്ടിനോയിഡ്, അതായത് നിക്കോട്ടിന്റെ ഘടകം തന്നെ വളരെ ഭംഗിയായിട്ട് വേർതിരിച്ചെടുത്തിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് ആണിത്, കെമിക്കൽ പെസ്റ്റിസൈഡ്. നമുക്കറിയാം, നമ്മുടെ ജൈവ കർഷകരൊക്കെ ഒരു സമയത്ത് നമ്മളെ വളരെ ഭംഗിയായിട്ട് പുകയില കഷായം ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിക്കോട്ടിൻ എന്ന് പറയുന്ന നമ്മുടെ പ്രകൃതിയിൽ വളരുന്ന ചില ചെടികളിലെ, ടുബാക്കോ പോലെയുള്ള ചില ചെടികളിലുള്ള ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ കടകളിൽ നിന്ന് പുകയിലയുടെ ചപ്പും ചണ്ടിയൊക്കെ മേടിച്ച് അത് വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം അത് സ്പ്രേ ചെയ്യാനാണ് നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഈ സാധനം നല്ല ഞെട്ടക്കട്ടയും പുകയിലയുടെ ചണ്ടിക്കൊക്കെ ഭയങ്കര കട്ടാണ്. ആ സാധനം നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നു. ശരിക്കും നമ്മുടെ കൃഷി ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ മണ്ടത്തരങ്ങൾ നമ്മൾ ബോധ്യപ്പെടുന്ന ഇതാണ്. ഇപ്പൊ ഈ ഇമിഡാക്ലോപ്രിഡ് 2 ഗണത്തിൽപ്പെടുന്നുണ്ട്. 17% ഉണ്ട്, 30% ഉണ്ട്. ഇപ്പൊ 17% ആണെങ്കിൽ 10 ലിറ്ററിൽ 5 ml ആണ് ചേർക്കുന്നത്. 30% ആണെങ്കിൽ 10 ലിറ്ററിൽ 3 ml ആണ്. വളരെ നേരത്തെ ഒരു ഡോസ് മതി. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പെസ്റ്റിസൈഡ് ആണ്. അതേസമയം നമ്മൾ ഈ പറയുന്ന പുകയില കഷായം, ഇത് നമ്മൾ ഇതിലേക്ക് അടിക്കുമ്പോൾ നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കും. യാതൊരു മെഷർമെന്റും ഇല്ല. ഈ സാധനങ്ങൾ ഒരു തത്വദീക്ഷയില്ലാതെ അടിച്ച്, അത് നമ്മൾ വെജിറ്റബിൾസിലാണ് ഏറ്റവും അധികം അടിക്കുന്നത്. ഇപ്പൊ ഈ കൊക്കോയിലൊക്കെ ആണെങ്കിൽ ഇതൊന്നും ആയി വരാൻ കുറച്ച് സമയം എടുക്കും. വെജിറ്റബിൾസിൽ നമ്മൾ പുകയില കഷായം അടിക്കുമ്പോൾ അത് ഉടനെ ഒരു 5-6 ദിവസം അല്ലെ 10 ദിവസം കൊണ്ട് നമ്മൾ അത് പറിച്ച് നമ്മൾ ഭക്ഷണമാക്കുക ചെയ്യുന്നത്. അപ്പം നിക്കോട്ടിൻ നമ്മൾ പാസീവായിട്ട് മറ്റൊരു രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറി പോകുന്ന ഒരു മെത്തേഡാണ് ഈ പുകയില കഷായം. ഇപ്പം നമ്മുടെ കൃഷി വകുപ്പൊക്കെ
ഈ പുകയില കഷായത്തെ ഇപ്പം വലിയധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ യാഗത്തിന് പൂച്ചയെ കെട്ടിയിടുന്ന പോലെ ഇപ്പോഴും പല കർഷകരും ഇത് അമൃതം എന്ന രീതിയിൽ പ്രയോഗിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ നടത്തരുത്. ഇമിഡാക്ലോപ്രിഡ് അപ്ലൈ ചെയ്യുന്നതിന് ഏറ്റവും യോജിച്ച സമയം ഈവനിങ് ടൈമിലാണ്. വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെ ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തേയിലക്കൊതുകുകൾ ഈ ചെറിയ കായ്കളെയൊക്കെ ആക്രമിക്കാൻ വരുന്നത് ഈവനിങ് ടൈമിലാണ്. ആ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഹരശേഷി കൂടും. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ സമീപത്തൊക്കെ തേനീച്ച കൃഷി ഉണ്ടെങ്കിൽ ഈ കീടനാശിനി തേനീച്ചകളെയൊക്കെ ഒരുപക്ഷെ ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. തേനീച്ചകളിൽ പൊതുവിൽ തേൻ ശേഖരിക്കുന്നത് രാവിലെ നേരത്താണ്. അപ്പോൾ ഈ പെസ്റ്റിസൈഡ് ഈവനിങ്ങിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ആ അപകടവും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പെസ്റ്റിസൈഡാണ്. പ്രത്യേകിച്ച് കൊക്കോയ്ക്കും മറ്റ് വിളകൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ, തേയിലക്കൊതുകിനെ ഒക്കെ അകറ്റി വിളവ് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു പെസ്റ്റിസൈഡാണ് ഇമിഡാക്ലോപ്രിഡ്. നിങ്ങൾക്കും ഇത് നിങ്ങളുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു ഓൾ.